ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു മോർണിംഗ് ട്രൈഡ്. നമ്മൾ സബ്സ്ക്രൈബ് ചോദിച്ചായിരുന്നു, നമ്മുടെ അച്ചിലോ നമ്മൾ സബ്സ്ക്രൈബ് ചോദിച്ചായിരുന്നു ചേട്ടാ ട്രിഗറിൻ്റെ ഒരു വീഡിയോ ചെയ്യണം. സോ നമുക്ക് ഇന്ന് ട്രിഗറിനെ കുറിച്ച് സംസാരിക്കാം. എൻ്റെ കയ്യിൽ ഏറ്റവും കൂടുതൽ കാലം ഉണ്ടായിരുന്ന ബൈക്കാണ് ട്രിഗർ. ഞാൻ 2014 തൊട്ട് ഓൾമോസ്റ്റ് 2021 വരെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ബൈക്കാണ് ട്രിഗർ. ഞാൻ യൂസ്ഡ് ഉപയോഗിച്ച ബൈക്കാണ്. ഞാനൊന്ന് മേടിക്കുമ്പോൾ 20,000 കിലോമീറ്റർ ക്ലോക്ക് ചെയ്ത ബൈക്കായിരുന്നു. എന്നിട്ട് ഞാൻ 22 വരെ ഓൾമോസ്റ്റ് ഈ ഇയേഴ്സ് ഉപയോഗിച്ചിട്ടും എനിക്കൊരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. 20,000 കിലോമീറ്റർ ഓടിയ ബൈക്ക് പ്ലസ് ഞാൻ 50,000 കിലോമീറ്റർ ഓടിച്ചെങ്കിലും വണ്ടിക്ക് ഒരു മാറ്റമില്ല. അതായിരുന്നു ഹോണ്ടയുടെ റിലയബിലിറ്റി. കാരണം ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഹോണ്ട ബൈക്ക് സെക്കൻഡ് ഹാൻഡ് എടുക്കുകയാണെങ്കിൽ തെറ്റ് വരാൻ ചാൻസ് കുറവാണ്. അതിന് നല്ല 6 മെയിൻറ്റെയിൻ, അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്ത ബൈക്കാണ്. നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും ഫ്രഷ് ബൈക്ക് യൂസ് ചെയ്യാൻ പറ്റും. സെയിം അപ്ലൈസ് ടു ട്രിഗർ ഓൾസോ. ട്രിഗറിനകത്ത് ഇരിക്കുന്ന യൂണിക്കോണിന്റെ സെയിം എഞ്ചിനാണ്, പ്ലസ് അതിനകത്ത് ലിഫ്റ്റ് ക്യാംസ് ആണെന്ന് തോന്നുന്നു. അതെ, ലിഫ്റ്റ് ക്യാംസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഡാഷിൽ അത് ട്രിഗറിനകത്ത് സെയിം എഞ്ചിൻ കോൺഫിഗറേഷൻ ആണ്. അതിനകത്ത് ഹൈ ലിഫ്റ്റ് ക്യാംസ് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഹൈ RPM വണ്ടിക്ക് കുറച്ചും കൂടി ബ്രീത്തിങ് കിട്ടുന്നുണ്ട്. നല്ല ഒരു ഹൈ സ്പീഡിൽ കുറച്ചും കൂടി ക്രൂസ് ചെയ്യാൻ പറ്റും യൂണിക്കോണിനെക്കാളും. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. പ്ലസ് യൂണിക്കോൺ സെയിം എഞ്ചിൻ, അതുകൊണ്ട് തന്നെയാണ് ട്രിഗറിന് കുറച്ചും കൂടെ പവറും കിട്ടുന്നത്. പിന്നെ യൂണിക്കോണിന്റെ എക്സോസ്റ്റ് തീരെ സ്മൂത്ത് അല്ലെങ്കിൽ തീരെ ചെറിയ മെല്ലോ ആയിട്ട് തോന്നുന്നവർക്ക് ട്രിഗർ ഒരു വെൽക്കം ചേഞ്ച് ആയിരുന്നു. കാരണം ട്രിഗറിന്റെ എക്സോസ്റ്റിന് കുറച്ചും കൂടി ബീഫി റോസ്റ്റ് എക്സോസ്റ്റ് ആണ് കൊടുത്തേക്കുന്നത്. സോ നമുക്ക് അഡിക്ഷൻ ആവുന്ന നല്ലൊരു സൗണ്ടാണ് ഇത്, നല്ല കൈകൊണ്ട് പോകുമ്പോഴത്തേക്കും. അതൊക്കെ സെറ്റപ്പ് കൊണ്ട് ചെയ്തെങ്കിലും FC ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കാണ് ട്രിഗർ പൊട്ടിപ്പോയത്. അതാണ് പറ്റിപ്പോയത്. കാരണം FC കത്തിരുന്ന കാലം തെറ്റിയല്ല FC ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇന്ത്യക്കാർക്കെല്ലാം മനസ്സിലായി എന്താണ് 150cc എങ്ങനെ ആവണമെന്ന്. ആ സമയത്ത് ഇവന്മാര് ഹോണ്ട CB 1000Fന്റെ ചെറിയൊരു മിനിസ്ക്യൂൾ വേർഷനാണ് ഈ ട്രിഗർ എന്ന് പറയുന്നത്. സെയിം FC വേർഷൻ 1ന്റെ മിനിസ്ക്യൂൾ വേർഷനാണ് FC വേർഷൻ 1 എങ്കിൽ ഹോണ്ട CB 1000Fന്റെ ചെറിയ വേർഷനാണ് ട്രിഗർ. പക്ഷെ അതിനകത്ത് പറ്റിയെന്ന് വെച്ചാൽ യമഹ നല്ലോണം അത് പണിത് സെറ്റപ്പ് ആക്കി എടുക്കുകയെങ്കിൽ ഹോണ്ട പഴയ തനികട പരിപാടികൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ കാൽ വയ്ക്കുന്ന ഫൂട്രസ്റ്റ് തൊട്ട് എല്ലാം ഏകദേശം യൂണിക്കോൺ തന്നെയാണ്. അപ്പൊ നമ്മൾ ഇത്ര വലിയ 150cc ബൈക്ക് മേടിച്ചിട്ട് അല്ലെ FC യുടെ കോമ്പറ്റ് ചെയ്യുന്ന ബൈക്ക് മേടിച്ചിട്ട് അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇതൊരു 150cc എന്ന് തോന്നില്ല. അതാണ് ട്രിഗർ പൊട്ടാനുള്ള കാരണം, അല്ല വേറെ ഒരു കാരണം ആ ബൈക്കിനില്ല. ട്രിഗറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ഇത്രയും കാലം ഓടിച്ചെങ്കിലും ഇത്ര നാൾ യൂസ് ചെയ്തെങ്കിലും ഞാൻ എല്ലാ ഞായറാഴ്ചകളിലും മിക്കവാറും പാലക്കാട് തൃശ്ശൂരൊക്കെ പോയിക്കൊണ്ടത് ഈ ബൈക്കും കൊണ്ടാണ്. നമുക്ക് ഒരു പ്രശ്നവും, കാരണം നിങ്ങൾക്ക് ഏത് രാത്രി വേണേ എങ്ങോട്ട് വരെ ഓടിച്ചോണ്ട് പോകും. എന്റെ ഇതിന്റെ കൂടെ മേടിച്ച FC-കളൊക്കെ പലപ്പോഴും മറ്റേ സെന്റർ ഷാഫ്റ്റ് കംപ്ലൈന്റ്, മറ്റേ കാർബറേറ്റർ കംപ്ലൈന്റ് ഒക്കെ വന്നപ്പോഴും എന്റെ ട്രിഗർ ഒരു കംപ്ലൈന്റ് എനിക്ക് ഉണ്ടാക്കിയിട്ടില്ല. കാർബറേറ്റർ കംപ്ലൈന്റും ഇല്ല. കാർബറേറ്റർ കംപ്ലൈന്റ് വരാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം യൂണിക്കോണിന്റെ പ്രശ്നം യൂണിക്കോണിന്റെ ഒരു കാർബറേറ്ററിന്റെ ക്യാപ്പ് ഡിസൈനാണ് പ്രശ്നം. ആ ഡിസൈനകത്തൂടെ വെള്ളം കയറി ടാങ്കിനകത്തോട്ട് പോകുന്നു, അങ്ങനെ ഈ കാർബറേറ്റർ പോകുന്നത്. ട്രിഗറിന്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ കരിസ്മാന പോലത്തെ കാർബറേറ്റർ ടാങ്കിന്റെ ഡിസൈനാണ്, ടാങ്ക് ക്യാപ്പ് ഡിസൈനാണ്. സോ നമ്മൾ ഊരിയെടുക്കുന്നു, കയ്യിലെടുക്കുന്നു, അടച്ചു വയ്ക്കുന്നു, നല്ല ക്ലോസ് ആയിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. സോ ഒരിക്കലും അകത്തോട്ട് വെള്ളം കയറത്തില്ല എങ്ങനെ വന്നാലും. അതുകൊണ്ട് നിങ്ങൾക്ക് കാർബറേറ്റർ കംപ്ലൈന്റ് ഒരിക്കലും വരത്തില്ല. അതൊരു ഗ്യാരണ്ടീഡ് സാധനമാണ്. കെൽഹിന്റെ കാർബറേറ്റർ അങ്ങനെ കംപ്ലൈന്റ് ഒന്നും ആവത്തില്ല. പ്ലസ് എനിക്ക് ഇത്രയും കിലോമീറ്റർ അല്ലെങ്കിൽ 20 + 50,000 70,000 കിലോമീറ്റർ ഓടിച്ചിട്ട് പോലും എനിക്കൊരു കോൺസെപ്റ്റ് പോലും മാറേണ്ടി വന്നിട്ടില്ല. എന്റെ യൂസ് കൊണ്ടായിരിക്കാം, എന്തായാലും എക്സ്റ്റൻസീവ് ആയിട്ട് ഞാൻ ഇത്ര യൂസ് ചെയ്തിട്ട് പോലും എനിക്ക് ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല. ആപ്പാടെ ഞാൻ മാറിയത് 2 ചെയിൻ സ്പ്രോക്കറ്റും 2 സെറ്റ് ടയറും മാത്രമാണ്. പിന്നെ കംപ്ലൈന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്കിലത്തെ ആ ലൈറ്റ് അതൊരിക്കലും ശരിയാവില്ല. എത്രയൊക്കെ നമ്മൾ കൊണ്ട് റെഡിയാക്കിയാലും ആ ബാക്കിലത്തെ ലൈറ്റിന് മേലുള്ള പ്ലാസ്റ്റിക് ഇങ്ങനെ ഇളകി സൗണ്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതായിരുന്നു ഒരു കംപ്ലൈന്റ് എനിക്ക് മേജറായിട്ട് വന്നിട്ടുള്ളത്. പിന്നീട് പറയാനുള്ള കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ബാക്കിലത്തെ ഷോക്ക് അബ്സോർബർ ഞാൻ 2-3 പ്രാവശ്യം ഹോണ്ട ഷോറൂമിൽ കൊണ്ടുപോയി കാണിച്ചിട്ടും അവര് നോക്കിയിട്ട് പറഞ്ഞ് പെർഫെക്റ്റ് ആണ്. പക്ഷെ നമ്മൾ ഒറ്റയ്ക്കൊക്കെ പോയി കട്ടർ വിടാൻ നടുപൊടിയും. കാരണം ഷോക്കിന്റെ ആക്ഷൻ വളരെ കുറവാണ്. നല്ല സിമെന്റ് ചെയ്തു വെച്ച പോലത്തെ ഒരു ഷോക്കാണ് ബാക്കിലത്തെ ഷോക്ക് അബ്സോർബർ. ഈ 2 കംപ്ലൈന്റ് ആണ് എനിക്ക് മെയിൻ ആയിട്ട് ട്രിഗറിനകത്ത് പറയാനുള്ളത്. അല്ല വേറെ ഒരു കംപ്ലൈന്റ് ഉണ്ടായിട്ടില്ല. കോൺസ്റ്റന്റ് ആയിട്ട് എനിക്ക് 55 എബോവ് മൈലേജ് കിട്ടിയിട്ടുണ്ട് നല്ല ലോങ് ഒക്കെ പോകുമ്പോൾ. പ്ലസ് പിന്നീട് കംപ്ലൈന്റ് വെച്ചാൽ കോൾഡ് സ്റ്റാർട്ട് ഇഷ്യൂസ് ആണ്. കോൾഡ് സ്റ്റാർട്ട് ഇഷ്യൂസ് മാറാനായിട്ട് ഞാൻ അന്ന് കണ്ടുപിടിച്ച എനിക്ക് തന്നെ തോന്നിയ ഐഡിയ ആണ് സ്പിറ്റ്ഫയറിന്റെ കേബിളും പിന്നെ ഇറിഡിയം സ്പാർക്ക് പ്ലഗും. ഇത് രണ്ടും കൂടെ ഇഗ്നിഷൻ കേബിളും ഇറിഡിയം സ്പാർക്ക് പ്ലഗും കൂടെ മാറിയതോടുകൂടി സംഭവം സെറ്റ്. വണ്ടി ഏത് അന്റാർട്ടിക്കെ കൊണ്ട് വെച്ചാലും ഒറ്റയടിക്ക് സ്റ്റാർട്ട് ആയിരുന്നു. അപ്പൊ ആ കംപ്ലൈന്റ് എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് പഴയ എഞ്ചിനാണ്, യൂണിക്കോണിന്റെ സെയിം എഞ്ചിനാണ്. അപ്പം നിങ്ങൾ നല്ല യൂണിക്കോൺ നമ്മൾ ലിമിറ്റ് വെച്ച സ്പീഡിലേ പോകത്തുള്ളൂ. നല്ലോണം കൈ കൊടുത്ത് പോകാനുള്ള സ്പീഡ് തോന്നും. കാരണം നല്ല സ്റ്റെബിലിറ്റി ഒക്കെയാണ് വണ്ടി പോകുന്നത്. പക്ഷേ അങ്ങനെ സ്പീഡിൽ പോകുമ്പോഴത്തേക്കും അൺബാലൻസ്
ജിക്സറും പോലെ കൗണ്ടർ ബാലൻസ്ഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. സോ അൺബാലൻസ്ഡ് ആയിട്ടുള്ള വൈബ്രേഷൻസ് വരും. അതിന് ഡാമ്പിയർ ആയിട്ട് ഒന്നും ഹോണ്ട ചെയ്തിട്ടില്ല, പ്രത്യേകിച്ച് ഒരു ബാർ ആൻഡ് വെയിറ്റ്സ് പോലും കൊടുത്തിട്ടില്ല. സോ ഞാൻ അത് ചെയ്ത മോഡിഫിക്കേഷൻ ആയിരുന്നു. ഞാൻ വണ്ടി എടുത്തപ്പോൾ തന്നെ ബാർ ആൻഡ് വെയിറ്റ്സ് കയറ്റി. ആ ബാർ ആൻഡ് വെയിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹാൻഡിൽ മൊത്തത്തിൽ മാറി, പൾസറിന്റെ പഴയ ഹാൻഡിൽ വെച്ച് ബാർ ആൻഡ് വെയിറ്റ്സും കൂടെ സെറ്റ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ട്രിഗറിനകത്ത് ഹാൻഡിൽ ബാർ വൈബ്രേഷൻ വന്ന സാധനം പിന്നെ വന്നിട്ടില്ല. പെർഫെക്റ്റ് ക്രീമി സ്മൂത്ത് ഫീൽ ആയിരുന്നു വണ്ടി മൊത്തത്തിൽ. സോ അങ്ങനത്തെ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻ ഒക്കെ. ഹീറ്റ് സീറ്റിനെ കുറിച്ചും സംസാരിക്കുന്നത്, നിങ്ങൾക്ക് എത്ര നേരം വേണേൽ ഓടിക്കുന്ന സൂപ്പർ ക്വിഷ്യൻ ആയിട്ടുള്ള സീറ്റാണ്. നിങ്ങൾക്ക് പില്ലും കംഫോർട്ടും ഒക്കെ അടിപൊളിയാണ്. ഫാമിലി മാൻ യൂസ് ചെയ്യാൻ പറ്റിയ ബൈക്കാണ്. പ്ലസ് കോളേജിൽ പോവുകയാണെങ്കിലും നിങ്ങൾക്ക് ഇരിക്കുമ്പോൾ ഒരു ബിഗ് ബൈക്ക് ഫീൽ കിട്ടിയില്ലെങ്കിലും ഒരു നിങ്ങളുടെ എല്ലാ പർപ്പസും സെർവ് ചെയ്യുന്ന ഒരു ബൈക്കാണ് ട്രിഗർ. ഒരു യൂണിക്കോൺ നോക്കുകയാണെങ്കിൽ 2014-15 മോഡൽ യൂണിക്കോൺ എങ്ങനെ നോക്കിയാൽ ഇപ്പോഴും ഒരു 45-50 അടുത്തൊക്കെ വില കൊടുക്കേണ്ടി വരും. നിങ്ങൾക്ക് ഈ ലുക്ക് സഹിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ പറയുന്നത് ട്രിഗർ ആയിരിക്കും നല്ലത്. കാരണം ട്രിഗർ നിങ്ങൾക്ക് നല്ല കിളിക്കുഞ്ഞെന്നൊക്കെ പറയുന്ന പോലത്തെ വണ്ടി, ഒരു കംപ്ലൈന്റ് ഇല്ലാത്ത വണ്ടി നിങ്ങൾക്ക് കിട്ടും. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് വെച്ചാൽ ഇത്ര കിലോമീറ്റർ ഞാൻ ഓടിച്ചിട്ട് പോലും എനിക്കൊരു കോൺസെപ്റ്റോ അങ്ങനത്തെ ഒരു സംഭവങ്ങളും കംപ്ലൈന്റ് ചെയ്തില്ല. വണ്ടി ടച്ച് വുഡ് ആയിരുന്നു. എനിക്ക് ആകെപ്പാടെ എനിക്ക് ആ വണ്ടി ഉപയോഗിച്ചിടത്തോളം കാലം എനിക്കുണ്ടായിരുന്ന ഏക പ്രശ്നം എന്ന് വെച്ചാൽ ഈ ബാക്കിൽ കട്ട് വീഴുമ്പോൾ ഭയങ്കര സൗണ്ടാണ്. ഈ ലൈറ്റ് കിടന്നിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. പിന്നീട് ബാക്കിൽ ഷോക്ക് അബ്സോർബർ, അത് പുതിയതിട്ടിട്ടും കാര്യമില്ലെന്നാണ് ഹോണ്ട ഷോറൂമിൽ ചോദിച്ചാൽ പറയുന്നത്. ഇത് രണ്ടും നല്ല അലട്ടുന്ന ഒരു കംപ്ലൈന്റ് തന്നെയായിരുന്നു. കാരണം നമുക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആണ്. നല്ല കട്ടലൊക്കെ പോയാൽ നടുവിന്റെ മണി വരും. ഈ രണ്ട് കംപ്ലൈന്റ് വിളിച്ചാൽ എനിക്ക് ട്രിഗർ ഒരു കംപ്ലൈന്റ് ഇല്ലായിരുന്നു. ഫാമിലി യൂസ് ടാങ്ക് അല്ല ഇത്, മെറ്റൽ ടാങ്ക് ആയതുകൊണ്ട് ബാറ്ററി ക്യാനൊക്കെ മേളിൽ വെച്ചുകൊണ്ട് വരാം. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ പ്രാക്ടിക്കൽ ആൻഡ് യൂസ്ഫുൾ ആയിട്ടുള്ള ബൈക്കാണ് ട്രിഗർ. നിങ്ങൾക്ക് ഒരു ബൈക്ക് അത്യാവശ്യം നല്ല കണ്ടീഷൻ കിട്ടും ട്രിഗറും ഡാഷറും നോക്കുവാണെങ്കിൽ വിത്ത് ദ സെയിം ഹോണ്ട റിലയബിലിറ്റി ഓഫ് യൂണിക്കോൺ. പിന്നെ യൂണിക്കോണേക്കാൾ കുറച്ചും കൂടെ സ്റ്റേബിൾ ആണ് ട്രിഗർ. കാരണം ഇതിനകത്ത് 17 ഇഞ്ച് വീൽസ് ആണ് വരുന്നത്. യൂണിക്കോൺ 18 ഇഞ്ച് വീൽസ് ആണ് വരുന്നത്. 18 ഇഞ്ച് വീൽസ് വരുന്നതുകൊണ്ടാണ് യൂണിക്കോൺ എപ്പോഴും ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്കും ഒരു കോൺഫിഡൻസ് കിട്ടാത്തത്. ആ ഒരു പ്രശ്നം ട്രിഗറിനില്ല. ബ്രേക്കിംഗ് ഒക്കെ സൂപ്പർ കോൺഫിഡൻസ് ഇൻസ്പയറിംഗ് ആണ്. പിന്നെ CBS ബ്രേക്കിംഗ് യൂണിറ്റ് ഉള്ള ബൈക്കും ഉണ്ട്. അത് എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ബ്രേക്കിംഗ് കൂടെ കിട്ടും. സോ മൊത്തത്തിൽ പറയുവാണെങ്കിൽ ഒരു നല്ല ബഡ്ജറ്റിൽ എഞ്ചിൻ പണി ഇല്ലാത്ത ട്രിഗർ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും വെർത്ത് ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നോക്കിയിട്ട് 3, 4, 5 ബൈക്ക് കണ്ടാണ് ഞാൻ ഈ ട്രിഗറിലൂടെ സീറോ ചെയ്തത്. ആ കണ്ട ബൈക്കുകൾക്കെല്ലാം ഏറ്റവും കൂടുതൽ ഞാൻ കണ്ട കണ്ടെന്ന് വെച്ചാൽ പുകയാണ്. നമ്മളൊരു 60-80,000 കിലോമീറ്റർ ഒക്കെ നല്ലോണം എഞ്ചിൻ സർവീസ് കൊണ്ടുവന്ന ബൈക്ക് അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫിൽറ്റർ ഒക്കെ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത ബൈക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു വൈറ്റ് സ്മോക്ക് കംപ്ലൈന്റ് വരും. അല്ലെങ്കിൽ എഞ്ചിൻ പണി പിസ്റ്റൺ അടിച്ചു പോകും. അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നല്ലോണം വെള്ള പുക കാണിക്കും. അങ്ങനെയുള്ള ബൈക്ക് എടുക്കുവാണെങ്കിൽ ഒരു 7,000 രൂപ പണിഞ്ഞാൽ മുടക്കി പണിതാൽ പിന്നെയും സെറ്റ്. പിന്നെ ക്രാങ്കിന് നോയ്സ് നോക്കാം. ക്രാങ്കിന് നോയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പൈസ ചെലവാകും സാധനം. അല്ലാതെ വേറൊരു കംപ്ലൈന്റ് ട്രിഗറിന് പറയാനായിട്ട് എനിക്കില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. നിങ്ങൾക്ക് ഏത് രാത്രി കൊണ്ട് തന്നാലും ഒരു കംപ്ലൈന്റ് ഇല്ലാതെ എവിടെ വേണേൽ പോകാൻ കണ്ണുപൂട്ടി കൊണ്ടുപോകാനായിട്ട് ഹോണ്ടയുടെ സെയിം റിലയബിലിറ്റി ഒരു ബൈക്കാണ്. സോ എടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ചെറിയ ലുക്സിന്റെ കാര്യം മാത്രമേ, ലുക്സ് ആ സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ലുക്സ് നിങ്ങളുടെ കണ്ണുകളിലാണിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ബൈക്ക് ഇഷ്ടമാണെങ്കിൽ എടുക്കാം. പിന്നെ എടുത്തു കഴിഞ്ഞിട്ടാൽ യൂണിക്കോൺ പോലത്തെ നല്ലൊരു ഈസിൽ കാര്യം കിട്ടത്തില്ല. എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയ അപ്പോഴത്തെ മാർക്കറ്റ് വില നിങ്ങളുടെ വണ്ടിയുടെ കണ്ടീഷൻ അനുസരിച്ച് ടോപ്പ് വില ഞാൻ തന്നെ കൊടുത്ത എന്റെ വണ്ടി 2020